നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നു എന്ന് ഹൈറേഞ്ച് യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവർക്കും ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ തിരുവോണാശംസകൾ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന. വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിലുണ്ട്. ഇതിന്റെ പിന്നിൽ NSS ജനറൽ സെക്രട്ടറിയുടെ കൈകളാണെന്നും പ്രശ്നപരിഹാരത്തിനായി നടത്തിയ ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാൽ അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണെന്നും യൂണിയൻ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റി ഇന്ത്യൻ കമ്പനി നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയും കരയോഗങ്ങൾ ഈ കമ്പനിയിൽ ഓഹരി ഉടമകളും അംഗങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളുമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി ഈ നിയമാവലികളെല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ഏകാധിപത്യ ഭരണമാണ് NSSൽ നടന്നുവരുന്നതെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് കമ്പനി നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മുടെ നാട്ടിലുള്ള കരയോഗങ്ങൾ എന്ന് പറയുന്നത് ആ നായർ സർവീസ് സൊസൈറ്റിയിൽ ഓഹരി ഉടമകളായിട്ടുള്ള പ്രാദേശികമായ സംഘടനകൾ. അവർ നായർ സർവീസ് സൊസൈറ്റിയുടെ ഓഹരി ഉടമകളുമാണ്, നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങളുമാണ്. ഓരോ പ്രദേശത്തും പ്രാദേശികമായി താലൂക്ക് അടിസ്ഥാനത്തിലോ താലൂക്ക് യൂണിയൻ അടിസ്ഥാനത്തിലോ ഒക്കെ താലൂക്ക് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ 60, 70, 80 അല്ലെങ്കിൽ 100 കരയോഗങ്ങളുടെ ഒരു ഫെഡറേഷൻ. ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ എന്ന് പറയുന്നത് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, പീഴിമേട്, ഇടുക്കി 4 താലൂക്കുകളിലെ 86 കരയോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹൈറേഞ്ച് NSS യൂണിയൻ. ഇത് ഈ 3 സംഘടനാ സംവിധാനവും ആചാര്യൻ മന്നത്ത് പത്മനാഭനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഈ 3 സംഘടനാ സംവിധാനത്തിനും പ്രത്യേക നിയമാവലിയുണ്ട്. ഇതെല്ലാം സ്വതന്ത്ര സംഘടനകളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായി ഈ നിയമാവലികളെല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഈ സംഘടനയിലെ ജനാധിപത്യം പൂർണ്ണമായി ഇല്ലാതാക്കി നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ജനറൽ സെക്രട്ടറിയുടെ ഒരു അധികാര പരിധിയിൽപ്പെടുത്തി ഈ നിയമാവലിക്കനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളെയൊക്കെ അകാരണമായി പിരിച്ചുവിടുകയും NSSന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ആളുകളെ വെച്ചുകൊണ്ടുള്ള അഡ്ഹോക് കമ്മിറ്റി ഭരണവുമാണ് പല താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും നടക്കുന്നത്. അത് ഹൈറേഞ്ചിലും ആവർത്തിച്ചു. 2022 ജൂൺ 8-ാം തീയതി രാത്രി NSSന്റെ ആസ്ഥാനത്തു നിന്നും നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് NSS യൂണിയന്റെ ഓഫീസിൽ ഒരു 10 മണിക്ക് ശേഷം അതിക്രമിച്ച് കയറുകയും അവിടുന്ന് കുറച്ച് രേഖകളൊക്കെ അപഹരിക്കുകയും ഒക്കെ ചെയ്തു. രാത്രിയിൽ തന്നെ ഇതറിഞ്ഞ സമുദായ അംഗങ്ങൾ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് അവരെ ആ ഉദ്യമത്തിൽ നിന്നും അവരെ പറഞ്ഞു വിടുവാൻ സാധിച്ചു, ഓഫീസ് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും ഒക്കെ നടക്കുന്നുണ്ട്. 2022 ജൂൺ 8-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നിയോഗിച്ച ഒരു സംഘം ആളുകൾ ഹൈറേഞ്ച് NSS യൂണിയന്റെ നെടുങ്കണ്ടത്തുള്ള ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസ് പിടിച്ചെടുക്കുവാൻ ശ്രമം നടത്തിയിരുന്നു. NSS ജനറൽ സെക്രട്ടറി അഡ്ഹോക് കമ്മിറ്റി എന്ന പേരിൽ ഒരു സമാന്തര കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളും വരുമാന സ്രോതസ്സുകളും അവരുടെ കൈപ്പിടിയിലാക്കി ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം തകർക്കുന്നതിനും തളർത്തുന്നതിനുമാണ് ശ്രമിച്ചു വരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഇനി ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രക്ഷോഭവുമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ മറ്റു യാതൊരു മാർഗങ്ങളും ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ തിരുവോണ നാൾ മുതൽ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 ദിവസക്കാലമായി സമുദായ അംഗങ്ങളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ വന്ന ഒരു നിർദ്ദേശം തിരുവോണ ദിവസം ഈ സമരം ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തിരുവോണം എന്നുള്ളത് അവിട്ടം നാളിലേക്ക് മാറ്റി. അപ്പൊ തിരുവോണത്തിന്റെ പിറ്റേ ദിവസം അവിട്ടം നാൾ മുതൽ ഹൈറേഞ്ച് NSSലെ 6000-ഓളം വരുന്ന നായർ കുടുംബങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റ് എന്ന പദവിയിൽ ഞാൻ അവിട്ടം നാൾ രാവിലെ 10 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരണം വരെ നിരാഹാരം എന്നുള്ളതാണ് സമരം മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗമില്ല. പലർക്കായിട്ട് 1.25 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആ കടം ബാധ്യത കൊടുത്തു തീർക്കാറുണ്ട്. ആ പൈസ മുഴുവൻ ഇന്ന് NSSന്റെ കൈവശമുള്ള ആ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മുടക്കിയിട്ടുള്ളത്. ഇതൊരു സാമാന്യ മര്യാദയുടെയും സാമാന്യ നീതിയുടെയും വിഷയമാണ്. സ്വാഭാവികമായും ആരാണെങ്കിലും ആസ്തികൾ ഏറ്റെടുക്കും. ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ബാധ്യതയും ഏറ്റെടുക്കണം. അതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
ഈ ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ ആണെങ്കിൽ പോലും ഇതിന്റെ സാമ്പത്തികം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് NSSന്റെ ഉദ്യോഗസ്ഥനാണ്, ഞങ്ങളല്ല. NSSന്റെ ഉദ്യോഗസ്ഥനാണ് താലൂക്ക് യൂണിയന്റെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അത് എല്ലാ മാസവും മാസാവസാനം ഓരോ മാസത്തെയും വരവ് ചെലവ് കണക്കുകളും ബാധ്യതകളും കൃത്യമായി NSSന്റെ ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പോകും. അപ്പൊ ഇതിന്റെ ഓരോ മാസത്തെയും കണക്കുകൾ വളരെ കൃത്യമായി NSS ഓഫീസിൽ തന്നെയുണ്ട്, ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. NSSന്റെ നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ NSSന്റെ കഴിഞ്ഞ ഒരു 30-40 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പല താലൂക്ക് യൂണിയനിലും വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിന്റെ ഇടയിൽ അവിടെ യൂണിയൻ ഭരണസമിതിയെ പിരിച്ചിടുകയും യൂണിയൻ ഭരണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാര് കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട്. പക്ഷേ NSSന്റെ പല സ്ഥലത്തെയും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരൊക്കെ വലിയ ജന്മിമാരും പ്രതാപിമാരും ആയതുകൊണ്ട് അവരൊക്കെ അവരുടെ അഭിമാനത്തെ ഓർത്ത് അവരൊക്കെ കൊടുത്ത് 1 കോടി രൂപ വരെ സ്വന്തമായി കൊടുത്തു വീട്ടിയ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റിനെ ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ജന്മിയോ പ്രതാപിയോ ഒന്നുമല്ല. ഇത്രയും വലിയ തുക നമുക്ക് വ്യക്തിപരമായി താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ഒരു പ്രക്ഷോഭം എന്ന പാതയിലേക്ക് പോയത്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, ഇത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ കമ്പനി നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ കമ്പനി നിയമങ്ങൾ മുഴുവൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടതാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ മെമ്മറണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇത്. മന്നത്താചാര്യന്റെ കാലത്ത് തന്നെ നായർ സർവീസ് സൊസൈറ്റിയെ ഒരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്യുവാൻ കാരണം നായർ സമുദായം എന്ന് അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയായിരുന്നു. അപ്പൊ സാമ്പത്തികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ, സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തണമെങ്കിൽ അതിനൊരു കമ്പനി ആവശ്യമാണ്. അങ്ങനെ നായർ സർവീസ് സൊസൈറ്റി ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തു. 35,000-ഓളം ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ സമ്പാദിച്ചു. 125 സ്കൂളുകൾ, കോളേജുകൾ സ്ഥാപിച്ചു, ആശുപത്രികൾ സ്ഥാപിച്ചു. അങ്ങനെ വലിയൊരു വരുമാന മാർഗം അദ്ദേഹം ഈ സംഘടനയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന കമ്പനിയിലെ ഓഹരി ഉടമകൾ കരയോഗങ്ങളാണ്. കേരളത്തിൽ ഏതാണ്ട് 5300-ഓളം കരയോഗങ്ങളുണ്ട്. ഈ കരയോഗങ്ങൾക്കും സ്വതന്ത്രമായ നിയമാവലിയും ബൈലോയും ഉണ്ട്. ഇതെല്ലാം മന്നത്ത് ആചാര്യനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കരയോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് താലൂക്ക് യൂണിയൻ. ഈ താലൂക്ക് യൂണിയന് പ്രത്യേക നിയമാവലിയും നിബന്ധനയും ഒക്കെ. ഇതെല്ലാം മന്നത്താചാര്യന്റെ കാലത്ത് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ചിട്ടവട്ടപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഞങ്ങൾ NSSന്റെ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് മന്നത്താചാര്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ നിയമാവലികൾ അനുസരിച്ച് ഈ സംഘടന പ്രവർത്തിക്കണം. വേറെ ഒന്നും പുതിയതായി ആവശ്യപ്പെടുന്നില്ല. താലൂക്ക് യൂണിയന്റെ ഭരണം എങ്ങനെ നടത്തണം, ആര് നടത്തണം എന്ന് ഈ ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആചാര്യനാൽ എഴുതപ്പെട്ട ബൈലോയാണ്. ഈ ബൈലോ അനുസരിക്കണം എന്ന് മാത്രമാണ് NSS നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ 4 റവന്യൂ താലൂക്കുകളിലായിട്ടുള്ള 86 കരയോഗങ്ങളിലായി 6000-ഓളം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ടും NSS നേതൃത്വം പ്രശ്നപരിഹാരത്തിന് തയ്യാറാകുന്നില്ല. ഈ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും അവഗണിക്കുകയാണ് NSS നേതൃത്വം ചെയ്യുന്നത്. പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി തളർത്തി പിടിച്ചെടുക്കുക എന്നതാണ് തന്ത്രം. ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ NSS യൂണിയൻ ഭാരവാഹികളായ R മണിക്കുട്ടൻ, KV വിശ്വനാഥൻ, വിവിധ കരയോഗങ്ങളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അഭിനയൊക്കെ എന്തെളുപ്പാ, വീട്ടുകാരെ നോക്കാനല്ലേ പാട്. അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിങ്ങും. എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല. സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം. കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും. ഈ ഒരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ. കോസ്മെറ്റിക് ഐറ്റംസ്, ടോയ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ, സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കുടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന.